ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഓണം വിശേഷങ്ങളും ഓണവിഭവങ്ങളുമായിട്ട് ഒരു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഈ സീരീസിലെ ആദ്യത്തെ റെസിപ്പിയായിട്ട് നമ്മൾ മാക്രോണി പായസം ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടായിരുന്നോ? അങ്ങനെ നമ്മളൊരു സ്വീറ്റിൽ തുടക്കം കുറിച്ചു. ഇനിയും കുറേ ഓണവിശേഷങ്ങളും ഓണവിഭവങ്ങളും ഉണ്ട് കേട്ടോ. ഓണത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓണസദ്യയും ഓണക്കോടികളും അല്ലേ. ഓണം സീസണിൽ സാധാരണ വീടുകളിൽ ചെയ്തെടുക്കാറുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളിയടക്കയാണ് കേട്ടോ. പണ്ടുകാലം മുതൽക്കേ വീടുകളിൽ ചെയ്തു വന്നിരുന്ന ഒരു ഓണം സ്നാക്കാണിത്. ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ ഇതൊക്കെ ചെയ്തെടുക്കാൻ ആർക്കാ സമയമല്ലേ. എല്ലാ ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റ്സിലും ഇത് ഈസിലി അവൈലബിൾ ആണ്. എന്നാലും നമ്മളുടെ ട്രഡീഷണൽ റെസിപ്പി വെച്ച് ഇന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഫാമിലിക്ക് ഹോം മെയ്ഡ് ഫുഡ് സെർവ് ചെയ്യുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണേ. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ആയിട്ട് എടുക്കുന്ന അരിപ്പൊടി. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളി, എള്ള്, നല്ല ജീരകം, കുറച്ച് തേങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്. വെള്ളവും അരിപ്പൊടിയും തേങ്ങയും ഒരു കറക്റ്റ് മെഷർമെന്റിൽ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളിയടക്ക നമുക്ക് ചെയ്തെടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഈ ടീ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകവും 4-5 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് അരച്ച് കളയരുതേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. ശകലം പോലും വെള്ളം ചേർക്കാതെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. കളിയടക്കയ്ക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ജീരകവും കുഞ്ഞുള്ളിയും. എന്ന് കരുതി അതിന്റെ ടേസ്റ്റ് കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ. ഈ മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പാനിൽ 3 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കളിയടക്ക എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് ഈ സമയത്ത് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം എണ്ണ പിടിക്കാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുവേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഈ വെള്ളം നന്നായിട്ട് ബോയിൽ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ തേങ്ങ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ. നല്ലതുപോലെ ബോയിൽ ചെയ്യുന്ന ഈ മിക്സിലേക്ക് നമുക്ക് അരിപ്പൊടി കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പല പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് സാവധാനം മിക്സ് ചെയ്തെടുക്കണം. വെള്ളം നല്ലപോലെ ബോയിലായി കഴിയുമ്പോഴേ ഫ്ലെയിം കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാൻ. അരിപ്പൊടി മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വല്ലാതെ അങ്ങ് കട്ട പിടിച്ചു പോവേ. നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്കല്ലേ നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ സൂക്ഷിച്ച് കട്ട കെട്ടാതെ സാവധാനം കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കളിയടക്ക എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അരിപ്പൊടിയുടെയും വെള്ളത്തിന്റെയും റേഷ്യോ കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം എണ്ണ അബ്സോർബ് ചെയ്യാതെ പൊട്ടിപ്പോകാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളിയടക്ക നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ ഓണത്തിന് വീട്ടിൽ തന്നെ നമുക്ക് കളിയടക്ക ചെയ്തെടുത്തൂടെ. വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. സ്വല്പം ഒന്ന് ബുദ്ധിമുട്ടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അരിപ്പൊടി കംപ്ലീറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സ്വല്പം നേരം നമുക്ക് പാൻ കവർ ചെയ്ത് വെക്കാം കേട്ടോ. 1 ടീസ്പൂൺ എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. മാവ് നല്ല ചൂടായിരിക്കും. കൈകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് സ്വല്പം പാടാണ്. ഈ മിക്സിന് ഞാനൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് തണുത്ത് കിട്ടും. മാത്രമല്ല ഇനി മിക്സ് ചെയ്തെടുക്കാനായിട്ടും എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടേ, അധികം തണുത്ത് പോകാതെ ചൂടോടുകൂടി തന്നെ വേണം നല്ല സ്മൂത്തായിട്ട് ഈ ഡോ ഒന്ന് നമുക്ക് നീഡ് ചെയ്തെടുക്കാൻ. നല്ല തിളച്ച വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ മാവ് കിട്ടും കേട്ടോ. നല്ലതുപോലെ കൈവച്ച് കുറച്ച് സമയം നമുക്കിത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്തെ മാവ് ഇച്ചിരി സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കൈ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കുക. ചില അരിപ്പൊടി കുറച്ച് കൂടുതൽ സ്റ്റിക്കി ആയിരിക്കുമേ. അപ്പോൾ ഓരോ അരിപ്പൊടിയുടെയും നേച്ചർ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നോക്കിയേ, മാവ് ഞാൻ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മിക്സ് ചെയ്യത്തില്ലേ, അതിനെക്കാട്ടിലും സ്വല്പം കൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് നീഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഞാൻ കൈ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് കളിയടക്ക ഷേപ്പ് ചെയ്തെടുക്കാം.
ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്തെ നല്ലതുപോലെ കട്ടിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഉരുട്ടിയെടുക്കണേ. വിടവുകളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് റോൾ ചെയ്തെടുക്കണം. കളിയടക്ക ഒട്ടും തന്നെ പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പറയുമ്പോൾ കുറച്ച് ലെങ്തി പ്രോസസ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരാളും കൂടെ നമ്മുടെ കൂടെ കൂടാനുണ്ടെങ്കിൽ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ നമുക്ക് കളിയടക്ക ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കൂട്ടാം. ഇന്നത്തെ കുട്ടികളും ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെന്നേ. മാവ് കംപ്ലീറ്റ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാം. ഈ സ്നാക്കിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ, കാരണം നമ്മൾ ഇതിൽ തേങ്ങ ആഡ് ചെയ്യുന്നതല്ലേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കളിയടക്ക ഇട്ട് കൊടുക്കാം. ഒത്തിരി ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, ചിലപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകും. സ്വല്പം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ. തിളച്ച വെള്ളത്തിൽ കടന്ന് മാവ് ഓൾറെഡി കുക്കായിരിക്കുന്നതാണ്, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. തൊട്ട ഉടനെ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണയിൽ കടന്ന് ഒന്ന് മൊരിഞ്ഞ് ഹാർഡായി വന്നതിന് ശേഷം വേണം ഇത് തിരിച്ചു മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണേ കളിയടക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം വല്ലാതെ അങ്ങ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം എണ്ണ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് സ്പൂൺ വെച്ച് ഇത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കളർ ചേഞ്ച് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാമേ. കളിയടക്കം മൊരിഞ്ഞു വരുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു ഫ്രേഗ്രൻസ് കിട്ടും കേട്ടോ. അതായത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ജീരകം, തേങ്ങ ഇതെല്ലാം മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ലൊരു ടെംപ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണേ. കളിയടക്ക പാകത്തിന് ഫ്രൈ ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. എക്സ്ട്രാ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അബ്സോർബ് ചെയ്ത് മാറ്റാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് കോരി വയ്ക്കാമേ. കുറച്ച് സമയമെടുത്ത് എണ്ണ ഡ്രെയിൻ ചെയ്ത് മാറ്റുവാണെങ്കിലും അധികം ഓയിൽ പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തപ്പം ഒരു ട്രിപ്പിനും കൂടെ ഉള്ള കളിയടക്കയുണ്ട്. ഇത് കംപ്ലീറ്റ് മാറ്റി വെച്ചും ഇതിനകത്തോട്ട് തന്നെ ഇട്ട് നമുക്ക് ബാക്കി കളിയടക്കയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാമേ. ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ മാത്രം തിരിച്ചും മറിച്ചും ഇട്ട് കളർ ചേഞ്ച് ആകുന്നത് വരെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണേ. കളിയടക്കം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കും. എന്നാലും നല്ല ക്രിസ്പി ആയിരിക്കുമേ. അങ്ങനെ തന്നെയാണ് ഇതിരിക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കേണ്ട ഒരു സ്നാക്കാണിത്. അങ്ങനെ നമ്മുടെ കളിയടക്ക കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടില്ലേ? റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞ കൊച്ചു കൊച്ചു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കളിയടക്ക വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാ, നിങ്ങളും ട്രൈ ചെയ്യുമല്ലേ? അടുത്ത ഓണവിശേഷങ്ങളുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.